ഹലോ, നമസ്കാരം ഫ്രണ്ട്സ്. നമ്മൾ ഇന്ന് നോക്കുന്നത് അനിഴം നക്ഷത്രത്തിൻ്റെ പൊതുവായിട്ടുള്ള ഫലങ്ങളെക്കുറിച്ചാണ്. അനിഴം നാളിൽ ജനിച്ചവരുടെ ജീവിതഗതിയുടെ പ്രത്യേകത പ്രധാനമായും അതിൻ്റെ അനിശ്ചിതത്വമാണ്. പലവിധ മാറ്റങ്ങളും അവരുടെ ജീവിതത്തിൽ ഒന്നിനു പുറകെ ഒന്നായി അനുഭവപ്പെട്ടുകൊണ്ടിരിക്കും. കുഴപ്പം പിടിച്ച സാഹചര്യങ്ങളെ വിജയകരമായി നേരിടാനും അതിജീവിക്കാനുമുള്ള അസാധാരണമായ കഴിവ് ഈ നാളുകാർക്ക് ഉണ്ടാകും. ആകുലത ചിന്തകൾ കൂടിയിരിക്കുകയും ഗൗരവഭാവം എപ്പോഴും മുഖത്ത് നിഴലിക്കുകയും ഒരു കാര്യവും നിസ്സാരമായി കണക്കാക്കുകയുമില്ല. ഇവർ നിർബന്ധ ബുദ്ധി കൂടുതലായിരിക്കും. ശത്രുക്കളോട് ക്ഷമിക്കുകയില്ല. എതിർപ്പുകൾ നേരിടുന്നതിൽ വളരെ കർക്കശത്വം കാണിക്കും. ദയയോ വിട്ടുവീഴ്ചയോ കാണിച്ചെന്ന് വരികയില്ല. പക്ഷേ അധ്വാന ഫലം അനുഭവിക്കാനുള്ള ഭാഗ്യം പലപ്പോഴും കിട്ടിയെന്ന് വരികയില്ല. യാദൃച്ഛികമായ കാരണങ്ങൾ മൂലം നിരാശപ്പെടാതെ തുടർന്നും പ്രവർത്തിക്കുന്ന സ്വഭാവമുണ്ടാകും. വ്യവസായം, വ്യാപാരം, കൃഷി തുടങ്ങിയ മേഖലകളിലായിരിക്കും കൂടുതൽ പ്രവർത്തിക്കുക. ഉയർന്ന നിലവിലുള്ളവരുടെ സൗഹൃദവും സഹകരണവും നേടും. ധാരാളം സുഹൃത്തുക്കൾ ഉണ്ടാവുകയും പക്ഷേ ഇടയ്ക്കിടെ സുഹൃത്തുക്കളുമായി കലഹിച്ചെന്നും വരാം. സ്വജനങ്ങളിൽ നിന്ന് പ്രയോജനം കുറയും. ഇവർ ഉറച്ച ഈശ്വരവിശ്വാസിയായിരിക്കും. അതുകാരണം ഇത്തരം സന്ദർഭങ്ങൾ അതിജീവിക്കാൻ ഇവർക്ക് കഴിവും ഉണ്ടാവും. സംസാരത്തിൽ കർക്കശത്വം കാണിക്കുമെങ്കിലും മനസ്സ് പൊതുവെ ശുദ്ധമായിരിക്കും. ആർക്കും ഉപദ്രവം ചെയ്യാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കും. ശുഭാപ്തി വിശ്വാസം കൂടുതലായിരിക്കും. പലവിധ പരിവർത്തനങ്ങളും ജീവിതത്തിൽ ഉണ്ടാകും. ദൂരദേശ സഞ്ചാരം ചെയ്യാനും ദൂരദേശത്ത് താമസിക്കാനും സാധ്യതയുണ്ട്. മാതാപിതാക്കൾ, സഹോദരങ്ങൾ തുടങ്ങിയവരുമായി അടുപ്പക്കുറവ് ഉണ്ടാവാൻ ഇടയുണ്ട്. കുടുംബജീവിതം പൊതുവെ സന്തോഷകരമായിരിക്കും. മനസ്സിനിണങ്ങിയ ജീവിത പങ്കാളിയും സൽസ്വഭാവികളായ സന്താനങ്ങളും ഉണ്ടാകും. സ്വന്തം പരിശ്രമം കൊണ്ട് ധനം നേടുകയും സുഖജീവിതം നയിക്കുകയും ചെയ്യും. ആരോഗ്യ സംരക്ഷണത്തിൽ ശ്രദ്ധാക്കുറവ് കാണിക്കുമെങ്കിലും ആരോഗ്യം പൊതുവെ മെച്ചമായിരിക്കും. ദിനചര്യയിൽ ചിട്ടയോ ക്രമമോ ഉണ്ടായെന്ന് വരികയില്ല. ഔഷധങ്ങൾ സേവിക്കുക, പഥ്യം ആചരിക്കുക തുടങ്ങിയവയിലും ഉത്സാഹക്കുറവ് കാണിക്കും. ശ്വാസകോശ രോഗങ്ങൾ, ക്ഷീരോരോഗങ്ങൾ, മൂത്രാശയ രോഗങ്ങൾ തുടങ്ങിയവ ചെറിയ തോതിൽ ബാധിക്കും. പക്ഷേ ഗൗരവമായ രോഗപീഠയ്ക്ക് ന്യായമില്ല. ബാല്യകാലത്ത് ശ്വാസകോശ രോഗങ്ങൾ കൂടുതലായി അനുഭവപ്പെട്ടുകൊണ്ടിരിക്കും. 10 വയസ്സിനു ശേഷം 27 വയസ്സുവരെയുള്ള കാലത്ത് മെച്ചമായ ആരോഗ്യ അനുഭവമാകും. ഈ കാലത്ത് വിദ്യാഭ്യാസം, തൊഴിൽ, ലാഭം തുടങ്ങിയവ നേടും. ദൂരദേശത്ത് താമസിക്കാൻ സാഹചര്യമുണ്ടാകും. 27 വയസ്സ് മുതൽ 34 വയസ്സ് വരെയുള്ള കാലത്ത് പെട്ടെന്നുള്ള രോഗപീഠ, മുറിവ്, ചതവ്, അപകടങ്ങൾ തുടങ്ങിയവ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഏറ്റവും അടുത്ത ബന്ധത്തിലുള്ളവരുടെ വേർപാടിനും സാധ്യതയുണ്ട്. 34 വയസ്സ് മുതൽ 54 വയസ്സ് വരെ ആയിരിക്കും ജീവിതത്തിലെ സുവർണ കാലഘട്ടം. അതിനുശേഷം ഗുണദോഷ സമ്മിശ്രമായിരിക്കുന്ന കാലമാണ്. അനിഴം നക്ഷത്രത്തിൻ്റെ ദേവത മിത്രനാണ്. ഗണം ദൈവഗണം, യോനി സ്ത്രീ, ഭൂതം വായു, മൃഗം മാൻ, പക്ഷി കാകൻ, വൃക്ഷം ഇലഞ്ഞി, രത്നം ഇന്ദ്രനീലം, ഭാഗ്യനിറം സ്വർണ്ണ നിറം, ഭാഗ്യസംഖ്യ 8. താങ്ക് യു.